നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുവാൻ പോകുന്ന വിഷയം ഗൂഗിൾ പേയും ഹോട്ടൽ വെയിറ്ററും പിന്നെ ടിപ്സും. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു എളിയ അഭ്യർത്ഥന. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ മുതൽക്കൂട്ടാവും. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. ഗൂഗിൾ പേയും ഹോട്ടൽ വെയിറ്ററും പിന്നെ ടിപ്സും. നമുക്കറിയാം, നമ്മളെല്ലാം സ്ഥിരമായി ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും കയറി ഭക്ഷണം കഴിക്കുന്നവരാണ്. ഹോട്ടൽ ഭക്ഷണം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. ഒഴിവു ദിവസങ്ങളിൽ ഫാമിലി ഒന്നിച്ച് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പോയി ഭക്ഷണം കഴിച്ച് മടങ്ങി വരുന്ന എൻ്റെ വൈഫ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സുപരിചിതമായ ഒരു വിഭാഗമുണ്ട്, സപ്ലയർ അഥവാ വെയിറ്റർമാർ. നമ്മുടെ ഭക്ഷണ ഇഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞ് വളരെ മനോഹരമായി അവർ നമുക്ക് ഭക്ഷണം സെർവ് ചെയ്തു തരും. എന്തിന്, വീടുകളിൽ സ്വന്തം ഭാര്യ വിളമ്പിത്തരുന്നതിനേക്കാൾ കൃത്യതയോടെ അവർ നമുക്ക് ഭക്ഷണം സെർവ് ചെയ്തു തരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളോട് ചോദിക്കും, സാർ ഇനിയൊന്നും വേണ്ടല്ലോ, ബില്ലെടുക്കട്ടെ. നമ്മുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഭവ്യതയോടെ അവർ ഒരു ഫയലിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറേ ജീരകവും ടൂത്ത് പിക്സും ഇട്ട് ബില്ല് കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വയ്ക്കും. പിന്നെ പ്രതീക്ഷ കിനിയുന്ന മിഴികളോടെ ഒരു നിൽപ്പാണ്. നമ്മൾ ബിൽ പേ ചെയ്യുവാൻ ക്യാഷ് അതിൽ വയ്ക്കുന്നത് കാത്തത്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഒരു വെയിറ്ററുടെ ഭവ്യതയോടെയുള്ള പരിചരണം വേണ്ടുവോളം സ്വീകരിച്ചതിന് ശേഷം അയാൾ ബിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അതിൽ ക്യാഷ് വയ്ക്കുന്ന എത്ര പേരുണ്ട്? നമുക്കറിയാം, നമ്മളിൽ കൂടുതൽ പേരും എല്ലാം കഴിഞ്ഞതിന് ശേഷം വെയിറ്ററെ അതിമനോഹരമായി തേച്ചിട്ട് പോവുകയാണ് പതിവ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളിൽ പലരും ഒരുപാട് തവണ ഇങ്ങനെ ചെയ്തിട്ടുള്ളതല്ലേ? ആരും തെറ്റിദ്ധരിക്കരുത്. വെയിറ്റർമാർക്ക് ടിപ്സ് കൊടുക്കാത്തതിൽ ഞാൻ സമൂഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. ഇതിന് മറ്റൊരു മാനദണ്ഡമുണ്ട്. നമുക്ക് അവകാശവാദം ഉന്നയിക്കാം. ഹോട്ടൽ മുതലാളി അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്തിന് നാം കഴിച്ച ഭക്ഷണത്തിന് പുറമേ വെയിറ്റർക്ക് ടിപ്സ് കൊടുക്കണം? വളരെ ന്യായമായ സംശയമാണിത്. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം വെയിറ്റർക്ക് ടിപ്സ് കൊടുക്കുക എന്ന സമ്പ്രദായം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെയുണ്ടത്. ഭക്ഷണത്തിന് ശേഷം നമ്മുടെ മനസ്സും വയറും നിറയുമ്പോൾ ഒരു ചെറിയ ഉപകാരം നാം വെയിറ്റർക്ക് നൽകുന്നു. അപ്പോൾ അയാളുടെ കണ്ണുകളിലെ തിളക്കവും സന്തോഷവും അത് കാണുക വല്ലാത്തൊരു സുഖമാണ്. വെയിറ്റർമാർക്ക് ടിപ്സ് കൊടുക്കുന്നതിൽ പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനെ ശക്തമായി എതിർക്കുന്നു. ഇതിനിടയിൽ പല വെയിറ്റർമാർക്കും വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. മലപ്പുറത്തെ എൻ്റെ സ്നേഹിതനായ ഒരു വെയിറ്റർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം ഞാൻ പറയാം. 2-3 ആഡംബര വാഹനങ്ങളിലായി 30 പേരടങ്ങുന്ന വലിയൊരു സംഘം ഭക്ഷണം കഴിക്കാൻ വരുന്നു. മലപ്പുറത്തെ വലിയൊരു ഹോട്ടലാണിത്. നമ്മുടെ സ്നേഹിതൻ വെയിറ്ററാണ് അവർക്ക് സെർവ് ചെയ്യുന്നത്. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അയാൾ എല്ലാം ചെയ്തു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെത്തുന്ന പല സന്ദർഭങ്ങളും അയാൾക്ക് നേരിടേണ്ടി വരികയും ചെയ്യുന്നു. അത്രമാത്രം വെറുപ്പിക്കലായിരുന്നു അവർ. ഒരു അടിമയെപ്പോലെ എല്ലാം ചെയ്തതിന് ശേഷം അയാൾ പ്രതീക്ഷയോടെ കാത്തുനിന്നു.
ഇത്രയും പേർക്ക് സെർവ് ചെയ്തതല്ലേ, എന്തെങ്കിലും നല്ലൊരു സംഖ്യ ടിപ്സായി കിട്ടുമായിരിക്കും. ആഡംബര വാഹനത്തിൽ വന്നത് എല്ലാം യൂത്തന്മാരാണ്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം യൂത്തന്മാർ കൈ കഴുകി നാപ്കിൻ കൊണ്ട് മുഖം തുടച്ചു. എല്ലാവരും പോകുവാനുള്ള ഒരുക്കത്തിലാണ്. അതിൽ ഒരു യൂത്തൻ വെയിറ്ററെ വിളിച്ചു. വെയിറ്റർ ഭവ്യതയോടെ ഓടിച്ചെന്നു. ചേട്ടാ, ഗൂഗിൾ പേ ആണ്. ചേട്ടനുള്ളത് അതിൽ വെച്ചിട്ടുണ്ട്. വെയിറ്റർ ആകാംക്ഷയോടെ ഓടിച്ചെന്നു. എന്തെങ്കിലും നല്ലൊരു സംഖ്യ അതിൽ ഉണ്ടെങ്കിലും. പക്ഷേ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. അൽഫാം ചിക്കൻ കഴിച്ചതിൻ്റെ ലെഗ് പീസിൻ്റെ ബാലൻസ് വന്ന ലെഗ് അതിൽ കയറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ വെയിറ്ററുടെ ആത്മരോഷവും വേദനയും ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് അത് തികഞ്ഞ തമാശയായിരിക്കും. പക്ഷേ ആ ദുരനുഭവം നേരിട്ട വെയിറ്ററുടെ ഹൃദയമൊരുകിയുള്ള ആത്മരോദനം. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഹോട്ടൽ കയറിയാൽ എല്ലാവരും വെയിറ്റർമാർക്ക് ടിപ്സ് കൊടുക്കണം എന്ന് പറയുവാനല്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലെ സുഖകരമല്ല വെയിറ്റർമാരുടെ അവസ്ഥ. ഒരുപാട് സഹിക്കണം. പല സ്വഭാവവിശേഷങ്ങളുള്ളവരെയും നേരിടേണ്ടി വരണം. മദ്യപാനികൾ, ക്ഷിപ്രകോപികൾ, കൊലപാതകികൾ, അങ്ങനെ പലരെയും. ചെറിയൊരു പാളിച്ച മതി എല്ലാം തകിടം മറിയാൻ. ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണി നേരിടേണ്ടി വന്നേക്കാം. ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ